Hi friends, welcome to a new video from English with SC. സാധാരണയായി നാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശൈലി പ്രയോഗങ്ങൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് യൂസ്ഡ് ടു പൊതുവെ എല്ലാവർക്കും അറിയാം, പക്ഷേ യൂസ്ഡ് ടു വളരെ വ്യത്യസ്തങ്ങളായി നാം ഉപയോഗിക്കുന്നുണ്ട്. ആ വ്യത്യസ്ത ശൈലികൾ അല്ലെങ്കിൽ അത് എവിടേക്കാണ് നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നടന്നുകൊണ്ടിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യൂസ്ഡ് ടു ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയണം അവൻ ഒരുപാട് മദ്യപിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ മദ്യപിക്കാറില്ല. അപ്പോൾ ഇവിടെ അവൻ ഇപ്പോൾ മദ്യപിക്കാറില്ല എന്നതിനെ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല. അവിടെ അവൻ ഒരുപാട് മദ്യപിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? അപ്പം അവൻ ഒരുപാട് മദ്യപിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് ഹീ യൂസ്ഡ് ടു ഡ്രിങ്ക് ടു മച്ച്. ഹീ യൂസ്ഡ് ടു ഡ്രിങ്ക് ടു മച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐ, വി, യു, ദേ, ഹി, ഷി, ഇറ്റ് ഏത് സബ്ജക്റ്റ് വന്നാലും അവിടെ യൂസ്ഡ് ടു ഉപയോഗിച്ച ശേഷം വെർബ് ഉപയോഗിക്കുക. അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഗോ ടു ലൈബ്രറി. ഐ യൂസ്ഡ് ടു ഗോ ടു ലൈബ്രറി. നിങ്ങൾ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ യൂസ്ഡ് ടു എന്നതിൻ്റെ യൂസ്ഡിൻ്റെ അകത്തൊരു ഡിഡ് ഉണ്ടല്ലോ, യൂസ്ഡ്. ആ ഡിഡിനെ പുറത്തെടുക്കുക. എന്നിട്ട് ഡിഡ് യു യൂസ് ടു ഗോ ടു ലൈബ്രറി? ഞാൻ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നു. ഐ ഡിഡൻറ്റ് യൂസ് ടു ഗോ ടു ലൈബ്രറി. നിങ്ങൾ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നോ? ഡിഡൻറ്റ് യു യൂസ് ടു ഗോ ടു ലൈബ്രറി? നിങ്ങൾ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നോ? അപ്പോൾ ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിലാണ് നമുക്ക് സംസാരിക്കാൻ പഠിക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, വളരെ എളുപ്പത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലുണ്ട്. ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ടു ലൈബ്രറി. നിങ്ങൾ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നു. ഐ ഡിഡൻറ്റ് യൂസ് ടു ഗോ ടു ലൈബ്രറി. നിങ്ങൾ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു ഗോ ടു ലൈബ്രറി? നിങ്ങൾ ലൈബ്രറിയിൽ പോകാറില്ലായിരുന്നോ? ഡിഡൻറ്റ് യു യൂസ് ടു ഗോ ടു ലൈബ്രറി? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് യൂസ്ഡ് ടു യൂസ് ചെയ്യാവുന്നത്. ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു ഗോ ടു മൂവി. അതുപോലെ അവൻ ധാരാളം പുകവലിക്കുമായിരുന്നു. ഹി യൂസ്ഡ് ടു സ്മോക്ക് ടു മച്ച്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമായിരുന്നു. ഐ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഇവിടെ യൂസ്ഡ് ടു എന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഇനി ഈ യൂസ്ഡ് ടുവിനെ നമുക്ക് വേറെ രീതിയിലേക്ക് ഉപയോഗിക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു കാര്യവുമായി നാം ധാരാളം നന്നായി പൊരുത്തപ്പെടുന്നു എന്ന് പറയുന്നതിന് നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. അതിനെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. ഇപ്പോൾ പറയാണ്, അവിടെ ഞാൻ വർഷങ്ങളായി മുംബൈയിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ ശബ്ദവുമായി ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഐ ആം യൂസ്ഡ് ടു. നമ്മൾ മുംബൈ യൂസ്ഡ് ടു മാത്രമാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ആം യൂസ്ഡ് ടു അല്ലെങ്കിൽ ഈസ് യൂസ്ഡ് ടു നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പറയണ, ഐ ഹാവ് ലിവ്ഡ് ഇൻ മുംബൈ ഫോർ മെനി ഇയേഴ്സ്. സോ ഐ ആം യൂസ്ഡ് ടു ദ നോയിസ്. ഞാൻ നോയിസുമായി അല്ലെങ്കിൽ ശബ്ദവുമായി പൊരുത്തപ്പെട്ടു. ഐ ആം യൂസ്ഡ് ടു ദ നോയിസ്. ഇനി പുതിയ ജീവിത ശൈലിയുമായി നീ പൊരുത്തപ്പെടണം. യു ഷുഡ് ബി യൂസ്ഡ് ടു ദ ന്യൂ ലൈഫ് സ്റ്റൈൽ. പുതിയ ജീവിതശൈലിയുമായി നീ പൊരുത്തപ്പെടണം. യു ഷുഡ് ബി യൂസ്ഡ് ടു ദ ന്യൂ ലൈഫ് സ്റ്റൈൽ. അതാണ് ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യവുമായി പൊരുത്തപ്പെടുക എന്ന് പറയുന്നതിന് നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊരുത്തപ്പെടുക, അതുപോലെ പരിചയമാകും. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പറയുമ്പം അവൻ ഡ്രൈവിങ്ങിൽ നല്ല പരിചയമെന്ന് പറയില്ല. അങ്ങനെ പരിചയപ്പെടുക എന്ന് പറയുന്നതിന് നമുക്ക് യൂസ്ഡ് ടു യൂസ് ചെയ്യാം. അതാണിപ്പോൾ ഐ ആം യൂസ്ഡ് ടു ഡ്രൈവിങ്. ഞാൻ ഡ്രൈവിങ്ങുമായി പൊരുത്തപ്പെട്ടു. അല്ലെങ്കിൽ ചെന്നൈയിലെ ഡ്രൈവിങ്ങുമായി ഞാൻ പൊരുത്തപ്പെട്ടു. ഐ ആം യൂസ്ഡ് ടു ഡ്രൈവിങ് ഇൻ
ചെന്നൈ. ഓക്കെ, വനങ്ങളിലെ ജീവിതവുമായി ഞാൻ പൊരുത്തപ്പെട്ടു. ഐ ആം യൂസ്ഡ് ടു ലിവിങ് ഇൻ ഫോറസ്റ്റ്. ഐ ആം യൂസ്ഡ് ടു ലിവിങ് ഇൻ ഫോറസ്റ്റ്. കൊച്ചുകുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ജോണിന് പരിചയം ലഭിച്ചു. ജോൺ വാസ് യൂസ്ഡ് ടു ഹാൻഡ്ലിങ് യങ് ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ യൂസ്ഡ് ടു എന്ന് പറയുന്നതിനോടൊപ്പം നമുക്ക് ഗെറ്റ്, ബിക്കം, ഗ്രോ ഈ ഒരു വാക്കുകളും ഒക്കെ ചേർത്ത് നമുക്ക് യൂസ്ഡ് ടു പറയാം. അതായത് പുതിയ ജീവിതവുമായി ആ പെൺകുട്ടി പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ ദ ഗേൾ ബിക്കെയിം യൂസ്ഡ് ടു ദ ന്യൂ ലൈഫ്. ദ ഗേൾ ബിക്കെയിം യൂസ്ഡ് ടു ദ ന്യൂ ലൈഫ്. നീ താമസിയാതെ നഗരജീവിതവുമായി പൊരുത്തപ്പെടും. യു വിൽ സൂൺ ഗെറ്റ് യൂസ്ഡ് ടു ലിവിങ് ഇൻ ദ സിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ്ഡ് ടു, ആം യൂസ്ഡ് ടു, ഈസ് യൂസ്ഡ് ടു പോലെയുള്ള വാക്കുകൾ ചേർത്തിട്ട് പറയുന്നതാണ് പഠിച്ചത്. അതുപോലെ ഗെറ്റ്, ബിക്കം, ഗ്രോ ഇവയൊക്കെ ചേർത്ത് എങ്ങനെ യൂസ്ഡ് ടു ഉപയോഗിക്കാം എന്നതും നാം ഇപ്പോൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്ലാസ്സുകളുടെ ഏറ്റവും ലാസ്റ്റിൽ എക്സസൈസ് കൊടുക്കുന്നുണ്ട്. ആ എക്സസൈസുകൾ നന്നായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമാകും. അതുപോലെ വളരെ പേഴ്സണലായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് എക്സർസൈസിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊതുവേദികളിൽ പ്രസംഗിക്കുന്നത് അവൾക്ക് പരിചയമായി. പൊതുവേദികളിൽ പ്രസംഗിക്കുന്നത് അവൾക്ക് പരിചയമായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രാചീന മന്ദിരങ്ങൾ ഞാൻ സന്ദർശിക്കുമായിരുന്നു. പ്രാചീന മന്ദിരം എന്നുള്ളതിന് ഏൻഷ്യൻ്റ് ബിൽഡിങ്സ് എന്നൊക്കെ എഴുതാം. പ്രാചീന മന്ദിരങ്ങൾ ഞാൻ സന്ദർശിക്കുമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, തുടക്കത്തിൽ എനിക്ക് ചൈനക്കാരെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഭാഷയുമായി പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയതായി ഉള്ള ആളുകളുമായി നീ പൊരുത്തപ്പെടണം. പുതുതായി കാണുന്ന ആളുകളുമായി നീ പൊരുത്തപ്പെടണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ എക്സസൈസ് ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പുതിയ വീഡിയോകൾക്കായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കുക. ഒപ്പം സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വളരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറ്റ് മാധ്യമങ്ങളിലൊന്നും ലഭിക്കാത്ത സവിശേഷമായ രീതിയിൽ ക്ലാസ്സുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ ക്ലാസ്സുകളുമായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത് ഏറ്റവും നല്ല രീതിയിൽ വരാനും നിങ്ങളുടെ ലൈക്കുകൾ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.